ഹലോ, നമസ്കാരമുണ്ട്. വെൽക്കം ടു അജൈൽ മലയാളി. ഇന്ന് നമുക്ക് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഓഫ് എ ജോബ്, ജോലിയിലുള്ള അസംതൃപ്തി എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ജോലിയിൽ എനിക്കിപ്പം ചിലപ്പം എൻ്റെ ജോലിയിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ്, വളരെ സംതൃപ്തനാണ് പല കാരണങ്ങൾ കൊണ്ടും. അതുകൊണ്ടായിരിക്കാം അത് ഞാൻ ചിലപ്പം ജോലിയുടെ ഡിസ്സാറ്റിസ്ഫാക്ഷനെക്കുറിച്ച്, അസംതൃപ്തിയെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ തയ്യാറാവുന്നത്. ചിലപ്പോൾ ഞാൻ എൻ്റെ ജോലിയിൽ അസംതൃപ്തനായിരുന്നെങ്കിൽ ഞാൻ ആ അസംതൃപ്തിയെക്കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കുമോ? എനിക്കറിഞ്ഞൂടാ. നമുക്ക് പലപ്പോഴും ശരിക്കും മനസ്സിൽ തോന്നുന്ന, ഫീൽ ചെയ്യുന്ന സംഭവങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം ആ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുമോ എന്നുള്ളൊരു ഫീലിംഗ് കൊണ്ട് നമ്മൾ പറയാതിരിക്കാൻ മതി. എനിക്കറിഞ്ഞൂടാ. I think I am able to talk about job dissatisfaction because I'm satisfied with the job right now. എൻ്റെ ജീവിതത്തിൽ തീരെ സാറ്റിസ്ഫൈ അല്ലാത്ത ജോലി സമയങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ എന്നാലും ഇന്ന് ലോകത്ത് ധാരാളം ആൾക്കാരുണ്ട് ജോബ് ഡിസ്സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്നത്. ഈ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാനുള്ള കാരണം എനിക്ക് വന്നൊരു മെസ്സേജും കൂടിയാണ് കേട്ടോ. ഇവിടുത്തെ വീഡിയോസ് കണ്ടിട്ട് ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തു. അവർ 1 വർഷമായിട്ടൊരു ജോലിയിലാണ്. ആ ജോലി അവർക്ക് ഇഷ്ടമാണ്, എന്താണ്, പക്ഷേ എന്തോ അവർക്ക് ജോലിയിൽ ഡിസ്സാറ്റിസ്ഫൈഡ് ആവുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ കൂടുതൽ ലീവ് എടുക്കുന്നു, അവർ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, പ്രൊഡക്റ്റീവ് അല്ല എന്ന് അവർക്ക് തോന്നുന്നു. അപ്പോൾ 2 ചോദ്യങ്ങളാണ് അവർക്ക് ഉണ്ടായിരുന്നത്. 2 ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, എങ്ങനെയാണ് ഈ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം, എങ്ങനെയാണ് ജോലി നമ്മൾ ഒന്ന് എന്താ പറയുക റീഡിസ്കവർ ചെയ്ത് അതിനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു വകുപ്പ് എന്താ. 2 കാര്യങ്ങൾ, 2 കൂടി ഒരു വീഡിയോയിൽ ചെയ്യുന്നത് ശരിയാവില്ല. കാരണം 2 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നമുക്ക് ഡിസ്സാറ്റിസ്ഫാക്ഷൻ, ജോബ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഈ വിഷയത്തെക്കുറിച്ച് നമുക്കിതിൽ ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് പുസ്തകങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ വായനാലോകം എന്നുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്, വായനാലോകം എന്നുള്ള പോഡ്കാസ്റ്റ് ഉണ്ട്, കേൾക്കുക. അതേപോലെ പഹയൻ മീഡിയ എന്നുള്ളതിൽ ഞാനിപ്പം എല്ലാ ആഴ്ചയും ഓൾട്ടർനേറ്റ് വീക്സ് ഞാൻ ലൈഫിനെ കുറിച്ച് എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളും ഒരു കവിത ട്രാൻസ്ലേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ എഴുതിയത് ഐ പ്രസൻറ്റ് ടു ദം. ഒരു ജീവിതം സ്ലോ ആസ്പെക്റ്റ് ഓഫ് ലൈഫ് കണ്ടെത്തണം എന്നുള്ള ശ്രമം കൂടിയാണ് ഈ എല്ലാ സംഭവത്തിൻ്റെ കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, യു ക്യാൻ ഹാവ് ഐദർ വീഡിയോ ഓർ യൂട്യൂബ് ഓർ വിച്ച് എവർ മോഡ് ഓഫ് കൺസംഷൻ ദറ്റ് യു വാണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ വരട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ എന്നുണ്ടെങ്കിൽ വെയിറ്റ് ടിൽ ദ എൻഡ്, സീ ഇഫ് ഇറ്റ് ഈസ് വാല്യുബിൾ ഫോർ യു ആൻഡ് ദെൻ ഡിസൈഡ് ടു സബ്സ്ക്രൈബ് ഓർ നോട്ട്. അപ്പോൾ അടുത്ത 5 പോയിൻറ്റുകളാണ് നമുക്ക് നോക്കേണ്ടത്. ഫൈൻഡിങ് മീനിങ് ആൻഡ് പർപ്പസ്, അർത്ഥം കണ്ടെത്തുക, ഒരു കാരണം കണ്ടെത്തുക, ലക്ഷ്യം കണ്ടെത്തുക, എന്തിനാണെന്നുള്ളത്. ഇപ്പോൾ ജോലിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ജോലിയെ കണ്ടിരുന്നൊരു സംഭവം, എനിക്ക് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബിൽസ് പേ ചെയ്യണം, നമ്മൾ സാധനങ്ങൾ വാങ്ങണം, ജീവിക്കണം, അതിനുവേണ്ടി ശമ്പളം വേണം എന്നുള്ളത്. അതാണ് പ്രൈമറി ആയിട്ടുള്ള സംഭവം കേട്ടോ. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇതാണ്. പക്ഷെ അത് മാത്രമായി വരുന്ന സമയത്ത് ജോലിയിൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ വേറെ പലതും മിസ്സാവുന്നു എന്നുള്ള ഫീലിംഗ് ഉണ്ടെങ്കിൽ ജോലിക്ക് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ജോലിയുടെ സാഹചര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ മീനിങ്ങും പർപ്പസും നമ്മൾ കണ്ടെത്തുക ജോലിയിൽ. നിങ്ങളൊക്കെ ഓരോ പല മേഖലകളിലായും എനിക്കുണ്ടാവുക. എല്ലാ മേഖലകളിൽ എങ്ങനെ ജോലി കണ്ടെത്താം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ മേഖലകളിൽ പറയാം. അപ്പോൾ ഞാനൊരു ടെക്നോളജി ഫീൽഡിലാണ്. എൻജിനീയറിംഗ് ആണ് കഴിഞ്ഞ്, ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ആണ് കഴിഞ്ഞെന്നുണ്ടെങ്കിലും സെയിൽസിലുണ്ടായിരുന്നു. സെയിൽസിൽ നിന്ന് മാറി ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേയൊക്കെ ആയി HR റിലേറ്റഡ് സംഭവത്തിലുണ്ടായിരുന്നു. പിന്നെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, പ്രോഗ്രാം മാനേജ്മെൻറ്റ് ഇതിൽ വന്നിട്ട് പിന്നെ അജൈൽ എന്നൊരു മേഖലയിൽ അജൈൽ മെത്തഡോളജീസ് ടീമുകൾക്കും കമ്പനികൾക്കും ഇൻഡിവിജ്വൽസിനും പറഞ്ഞും പഠിപ്പിച്ചും കോച്ച് ചെയ്തുമൊക്കെ കൊടുക്കുന്ന ഒരു ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രോഗ്രാം മാനേജ്മെൻറ്റ് ഇതൊക്കെ കൂടി ബന്ധപ്പെട്ടിട്ട് ആണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് താല്പര്യമുള്ളൊരു ജോലിയാവാൻ കാരണം ആ ജോലി എനിക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് ആ ജോലിയിൽ ഞാൻ നന്നായിട്ട് എൻ്റെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള അപ്പോൾ ഒരു ഫീലിംഗാണ് നമുക്ക്.
നമുക്ക് എത്ര പൈസ എന്നാലും നമുക്ക് ചെയ്യുന്ന പണി ആൾക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ, ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കത് നല്ലൊരു ജോലിയായിട്ട് നമുക്ക് തോന്നില്ല. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ വരും. എത്ര കാലം നമ്മൾ ശമ്പളം എത്ര കിട്ടിയാലും ഒരു ജോലി നിരന്തരം ആൾക്കാരെടുത്ത് നീ ശരിയല്ല എന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ജോലി ആയാലും എത്ര പൈസ കിട്ടിയാലും നമുക്ക് അതിനോടുള്ളൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പം എനിക്ക് എൻ്റെ ജോലി സാറ്റിസ്ഫൈഡ് ആവാൻ കാരണം എന്താ വെച്ചാൽ ആ മേഖലയിൽ ഞാൻ വേറെ സ്ഥലത്ത് പോകുന്ന സമയത്ത് ഐ എം ഏബിൾ ടു ഡൂ വെൽ എന്നുള്ളത്. ഇതിനൊരു പ്രശ്നവും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതായത് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയി പോകുന്ന സമയത്ത് ഗ്രോ ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കിടക്കാം. പക്ഷേ മീനിങ് ആൻഡ് പേർപ്പസ് കണ്ടെത്തുന്ന സമയത്ത് ഞാൻ അങ്ങനെ വായിച്ചപ്പോൾ ഞാൻ ആലോചിക്കുക, എന്നോട് ചോദിക്കുകയാണ് എൻ്റെ ജോലിയുടെ മീനിങ് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ കണ്ടെത്തുന്നത്. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് അജൈൽ മെത്തഡോളജിയിലെ കോൺസെപ്റ്റ്സും ഐഡിയാസും പ്രിൻസിപ്പിൾസും വാല്യൂസും ഒക്കെ ഞാൻ ആൾക്കാരുമായി ഷെയർ ചെയ്യുന്ന സമയത്ത് വളരെ വളരെ പീപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണത്. ഹ്യൂമൻ ഇൻട്രാക്ഷൻ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഞാൻ പ്രവർത്തിക്കുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്ക് കൂടുതൽ നന്നായിട്ട് അവരുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു പർപ്പസ്. അപ്പോൾ ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നത് വഴി ആൾക്കാരുടെ ജീവിതം ദുസ്സഹമാവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ ആൾക്കാരുടെ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇതിൽ ഞാൻ വിജയിക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയം. കാരണം എല്ലാ സ്ഥലത്തും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരേപോലെ ആൾക്കാർ ഉൾക്കൊള്ളണം എന്നില്ല, ആൾക്കാർ മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല. പക്ഷേ എൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവറി ഡേ വെൻ ഐ ഗോ ടു ദ ഓഫീസ് മൈ വാട്ട് എവർ ഐ ഡു, എന്തെങ്കിലും ഒരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഞാനൊരു പ്രസൻറ്റേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ആൾക്കാരെ കോച്ച് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുക, നമ്മളോട് ഒരാളൊരു സംശയം ചോദിക്കുന്ന സമയത്ത് അതിനുള്ള ഉത്തരം കൊടുക്കുക, ഇതിലൊക്കെയുള്ള സംഭവം ദ അതർ പേഴ്സൺസ് വർക്ക് ഇറ്റ് ഷുഡ് ബി മോർ ഈസിയർ ഫോർ ദാറ്റ് പേഴ്സൺ. ആ വ്യക്തി ചെയ്യുന്ന ജോലിയിൽ അയാളൊരു മൂല്യം വാല്യൂ കണ്ടെത്തുന്നുണ്ട് എന്നുള്ള അയാൾക്ക് തോന്നുക എന്നുള്ളതാണ് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ള പർപ്പസ് വരുന്നത്. അപ്പോൾ അതെനിക്ക് ദാറ്റ് ഗീവ്സ് മീ എ ലോട്ട് ഓഫ് മീനിങ്. കാരണം അത് ആ ജോലിയിൽ മാത്രമല്ല, എൻ്റെ അവിടുത്തെ വർക്ക് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ജോലിയുടെ മീനിങ് ആൻഡ് പർപ്പസും കൂടിയാണ്. കാരണം നിങ്ങളായിട്ട് ഈ ഒരു ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എൻ്റെ ജോലിയുടെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അത് വലിയൊരു സംഭവമാണ് അല്ലേ. ഇപ്പം പല മേഖലകളിലും നിങ്ങൾ നോക്കുക, അപ്പം എന്ത് ജോലിയാണെങ്കിൽ ഇപ്പോൾ ടീച്ചർമാരുടെ ജോലിയായാലും വക്കീലായാലും ഡോക്ടറായാലും അല്ലെങ്കിൽ ഒരു കലാകാരനാണെങ്കിലും എന്തെങ്കിലും if you're a carpenter, masoner, any job that you say, എല്ലാത്തിനും ജീവിതവുമായി കണക്റ്റ് ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ട്. അത് കണ്ടെത്താൻ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ജോലിയിൽ അർത്ഥം കണ്ടെത്തുന്നത് ആ ചെയ്യുന്ന ജോലിക്ക് ജീവിതവുമായിട്ടുള്ള ഒരു ബന്ധം കണ്ടെത്തുമ്പോഴാണ്, അതെനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ആ ജീവിതവുമായിട്ടുള്ള ബന്ധം കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനർത്ഥവും അതിൻ്റെ ലക്ഷ്യവും അതിന് കാരണവും ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. കാരണം ജീവിതവുമായി ഡിസ്കണക്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ ദർ ഇസ് എ ബിഗ് പ്രോബ്ലം ഇൻ ഹൗ ടു ഫൈൻഡ് മീനിങ് ആൻഡ് പർപ്പസ്. ചിലപ്പോൾ ഹയർ പർപ്പസ് ഉണ്ടാവും, ചിലപ്പോൾ ലോവർ പർപ്പസ് ഉണ്ടാവും. പക്ഷേ ജീവിതവുമായി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ളൊരു സാധനമാണ് എനിക്ക്, അറ്റ്ലീസ്റ്റ് എൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നൊരു സംഭവം. രണ്ടാമത്തെ സാധനം നേരത്തെ പറഞ്ഞത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. നമ്മളെ ജോലിയിൽ ആൾക്കാർ നീ നല്ലതാണ്, ഉഷാറാണ്, ഗംഭീരമാണ്, ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആവുന്ന സമയത്ത് പ്രശ്നമുണ്ടാകുന്ന ഗ്രോത്തും ഡെവലപ്മെൻറ്റുമാണ്. അപ്പോൾ എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന സമയത്ത് ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം അതില്ലാതിരിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഡിസാറ്റിസ്ഫൈഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. വളരെ സാറ്റിസ്ഫൈഡ് ആണ്, വളരെ ഈസിയാണ്, സുഖമായിട്ട് പോകുന്നുണ്ട്, കംഫർട്ടബിളാണ്, പക്ഷെ പുതുതൊന്നും പഠിക്കുന്നില്ല. അപ്പോൾ എപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞൊരു 2 വർഷത്തിൽ യാതൊരു മാറ്റം എൻ്റെ ജോലിയിൽ ഉണ്ടായിട്ടില്ലല്ലോ, ഇപ്പോൾ ചെയ്യുന്നതും ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണല്ലോ, ഞാൻ ഗ്രോ ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാം. അപ്പോൾ പഠിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഇന്നെൻ്റെ ജോലിയിൽ എനിക്ക് തോന്നുന്നത് ഞാൻ സാറ്റിസ്ഫൈഡ് ആവാനുള്ള കാരണം, ഇപ്പോഴുള്ള ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആവാനുള്ള കാരണം പലതാണ്. ഒന്ന്, കഴിഞ്ഞ വർഷം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും, അവിടെ എനിക്ക് ജോലി നഷ്ടപ്പെട്ട സമയത്ത് ഞാൻ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു.
ആ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഞാൻ ജോലി അന്വേഷണവും കാര്യങ്ങളൊക്കെ ആ സമയത്തൊന്ന് നാട്ടിൽ വന്നു, തിരിച്ചിങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടി. ഒരു 3 മാസം ഒറ്റെടുത്തിട്ടുണ്ട് ജോലി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ആ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഓഹോ, അപ്പോൾ ജോലി പോയി, മാർക്കറ്റ് മഹാമോശം. ഇപ്പോഴും മാർക്കറ്റ് നന്നായിട്ടില്ല, മാർക്കറ്റ് മഹാമോശമായതുകൊണ്ട് എനിക്കത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഭാഗ്യമായി തോന്നി. കാരണം എന്താ വെച്ചാൽ നമുക്കതും കൂടെ കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ജോലി ഇല്ലാത്ത ബുദ്ധിമുട്ടാവില്ല എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടി. കൂടാതെ അവിടെയുള്ള എൻ്റെ ദ ചാലഞ്ചസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ കാര്യങ്ങളൊക്കെ തന്നെ എന്നെ വളരെയേറെ, അപ്പോൾ കൂടുതൽ സംഭവങ്ങൾ പഠിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വരികയാണ്. കാരണം എനിക്ക് അവിടെ പെർഫോം ചെയ്യണമെങ്കിൽ, എക്സൽ ചെയ്യണമെങ്കിൽ, കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഠിക്കുക എന്നുള്ളത്, ഞാൻ സ്വയം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു ആവശ്യമായി വരികയാണ്. ഇഫ് ഐ ഡോണ്ട് ട്രെയിൻ മൈസെൽഫ്, ഇഫ് ഐ ഡോണ്ട് ഡെവലപ്പ് മൈസെൽഫ്, പുതിയ കാര്യങ്ങൾ പഠിച്ചില്ലെങ്കിൽ എനിക്ക് ആ ജോലിയിൽ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ മീനിങ്ങും പർപ്പസും ഒക്കെ തന്നെ ഈ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഇല്ലെങ്കിൽ നടക്കില്ല എന്നുള്ള സംഭവമാണ്. അപ്പം ജോലിയുടെ ഒരു ഫണ്ടമെൻ്റൽ നീഡായി മാറി എന്ത്, ഈ ഗ്രോത്തും ഡെവലപ്മെൻറ്റും. അപ്പോൾ ട്രെയിനിങ്, ഇപ്പം എൻ്റെ മുമ്പത്തെ ജോലിയിലും ഇതാണ് കേട്ടോ, അല്ലാന്നല്ല ഞാൻ പറയണം. മുമ്പത്തെ ജോലിയിൽ ഇതേമാതിരി ട്രെയിനിങ് എനിക്ക് തോന്നുന്നത് ആ കമ്പനിയിൽ നിന്ന് എനിക്ക് എത്രയോ $5,000 $6,000 അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു ട്രെയിനിങ്ങിന് വേണ്ടി. നമുക്ക് എന്ത് വേണേൽ ട്രെയിനിങ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയും ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഏപ്രിൽ 20 ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയായിട്ടാണ് ഞാൻ ഐ ഹാഡ് ട്രെയിനിങ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറയേണ്ടായി തോന്നുന്നു. ബട്ട് എനിവേ, അപ്പം ആ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇല്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലിയിൽ ഡിസാറ്റിസ്ഫൈഡ് ആവാനുള്ള സാധ്യതകൾ ഉണ്ടാവാനുണ്ട് എന്നുള്ളത്. അപ്പം ആ മീനിങ് ആൻഡ് പർപ്പസ് കണ്ടെത്തുന്നൊപ്പം തന്നെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ഗോൾസ് വെക്കുക. ഇന്ന കാര്യങ്ങൾ ചിലപ്പോൾ കമ്പനിയുടെ ഭാഗമായിട്ട് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, നമ്മളായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട് ചില കാര്യങ്ങൾ. എന്തിനാണ് ഇപ്പം ഞാൻ ചില ട്രെയിനിങ്ങും സാധനങ്ങളും എടുത്ത് ഞാൻ എൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ടാണ്, അല്ലാണ്ട് കമ്പനിയിൽ പറഞ്ഞിട്ടൊന്നുമില്ല, ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ വായിക്കുന്നത്, ഞാനിപ്പം ഇപ്പോൾ മീഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീഡിയം കമ്പനി എനിക്ക് ഗാർട്ട്നറിൻ്റെ എന്താ പറയുക റിസർച്ച് പേപ്പേഴ്സ് കമ്പനി എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റും. കൂടാതെ ഞാൻ മാഗ്സ്റ്റർ എന്നുള്ള മാഗസിൻ, അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആർട്ടിക്കിൾസ് വായിക്കുക. അങ്ങനെ കുറേ രീതിയിൽ നമ്മളും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതായത് ടു ബി എ ബെറ്റർ സെൽഫ് ഓഫ് യുവർ സെൽഫ് വെൻ യു ആർ ഡെലിവറിങ് വാല്യൂ എന്നുള്ളത്. അപ്പം ആ ഒരു പോയിന്റിൽ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സാധനം, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അടുത്ത, എസ്റ്റാബ്ലിഷ് വർക്ക് ലൈഫ് ബാലൻസ്. വർക്ക് ലൈഫ് ബാലൻസ് ധാരാളം ആൾക്കാർ പല കാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ്. പല രീതിയിലാണ് ആൾക്കാർ വർക്ക് ലൈഫ് ബാലൻസിനെ കാണുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ തോട്ട്സ് ഓഫ് വർക്ക് ലൈഫ് ബാലൻസും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചേഞ്ചിലൂടെ വന്നിട്ടുണ്ട്. അതായത് പണ്ട് അങ്ങനെ ഒരു സംഭവമില്ല, വർക്ക് ലൈഫ് ബാലൻസ് എന്ന സാധനമല്ല, എന്ത് ബാലൻസ് ചെയ്യലല്ലോ, വർക്കുണ്ട്, ജോലിയുണ്ട്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ധാരണയിലായിരുന്നു. പിന്നെ കൃത്യം 5 മണിക്ക് ജോലി നിർത്തുക, അല്ലെങ്കിൽ 6 മണിക്ക് ജോലി നിർത്തുക, ഇമെയിലൊന്നും ചെക്ക് ചെയ്യില്ല, പിന്നെ ലേറ്ററാണ് കാര്യങ്ങൾ, പിറ്റേ ദിവസം രാവിലെ നോക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ ഒരു കൃത്യമായ ഡിമാർക്കേഷനോട് കൂടിയിട്ട്. പിന്നെ അത് മാറി ഇപ്പോഴൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഞായറാഴ്ച ഉച്ചയ്ക്ക് എൻ്റെ ജോലി തുടങ്ങുമെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് അടുത്ത വീക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതാക്കുക. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച അവിടെ പോയിട്ട് ഉള്ള പറക്കം പാച്ചിൽ വേണ്ട എന്നുള്ളതുകൊണ്ട് നേരത്തെ കൂട്ടി എൻ്റെ മനസ്സിനെ ടൈം ചെയ്ത് വെക്കുക അതിന് വേണ്ടിയിട്ട്. കാരണം ഞാൻ അധികം എനിക്ക് ശനിയാഴ്ച ഞായറാഴ്ച ഒന്നും അങ്ങനെ വർക്കിൻ്റെ ആവശ്യം വരാറില്ല. ശരിക്കും ഒരു ഫ്രൈഡേ ആഫ്റ്റർനൂൺ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മീറ്റിങ്ങുകളില്ല. അപ്പം ഫ്രൈഡേ ആദ്യത്തെ കുറച്ച് മീറ്റിംഗ് കഴിഞ്ഞാൽ ഒരു വൈൻഡിങ് ഡൗൺ ആണ്. പിന്നെ സാറ്റർഡേ സൺഡേ അപ്പോൾ ഞാൻ ഏതാണ്ട് സൺഡേ ഉച്ച കഴിയുമ്പോഴേക്കും ഞാൻ ആക്ച്വലി ഒരു ഓഫീസ് മോഡിലേക്ക് പോവും എന്നുള്ളതാണ്. അതെൻ്റെ ഒരു, പക്ഷെ അതുകൊണ്ട് എനിക്ക് എന്താ പറഞ്ഞാൽ എനിക്ക് വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ എനിക്ക് ജോലി ഉണ്ടാവാൻ മതി, ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല. പിന്നെ ഇപ്പം 2-3 കാര്യങ്ങളുണ്ട്. വർക്ക് ലൈഫ് ബാലൻസ് വളരെ മാറും. നമ്മൾ കുറച്ച് പ്രായമാവുന്ന സമയത്ത്, ഇപ്പോൾ കുട്ടികളൊക്കെ കുറച്ച് വലുതാകുമ്പോൾ അവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള അവർക്ക് സഹായം വേണ്ട, വി ഡോണ്ട് ഹാവ് ടു അറ്റൻഡ് ടു ദം റെഗുലർലി എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരവരുടെ കാര്യങ്ങൾ ചെയ്തു പോകുന്നൊരു സമയത്ത് വർക്ക് ലൈഫ് ബാലൻസ് കുറച്ചും കൂടെ വ്യത്യസ്തം ഉണ്ടാവും. വളരെ ചെറിയ കുട്ടികളാണ്, നമുക്ക് ആവശ്യങ്ങളുണ്ട്, വീട്ടിൽ പല കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ വർക്ക് ലൈഫ് ബാലൻസ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇതാണ് വർക്ക് ലൈഫ് ബാലൻസിൻ്റെ യഥാർത്ഥ ഇതെന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ പറ്റുന്നു, നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ള രീതിയിൽ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്. കുട്ടികൾ വളരെ ചെറുതാവുമ്പോൾ ഞാൻ വർക്ക് ലൈഫ് ബാലൻസിനെ കണ്ട പോലെയല്ല
കുട്ടികൾ വലുതായി കഴിയുന്ന സമയത്ത് ഇപ്പോഴും ആകെ മോൻ ഇപ്പോഴും എന്താ പറയുക സ്വന്തം ലൈസൻസ് എടുത്ത് വണ്ടി ഓടിച്ച് തുടങ്ങാത്തത് കൊണ്ട് അവനെ ഡ്രോപ്പ് ചെയ്യുക അങ്ങനെ അതും കൂടെ കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം കൂടെ ഇല്ലാതെ വരും. കുറച്ച് കഴിഞ്ഞാൽ അവർ പഠിക്കാനും രണ്ടാമത്തെ ആളും കൂടി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഞാനും വൈഫും കൂടിയിട്ടുള്ള നമ്മളുടെ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ദെൻ ഓൾസോ യു ലുക്ക് അറ്റ് ഇതൊരു എനിക്ക് തോന്നുന്നത് കുറച്ച് നമ്മൾ കുട്ടികളൊക്കെ വലുതായി ഒരു സ്റ്റേജിൽ വന്ന് ജോലി ചെയ്യുമ്പം ഞാൻ ജോലി എന്തോ എൻജോയ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അത് ഐ ഫീൽ എൻ എൻജോയ്മെൻറ്റ് ടുവേർഡ്സ് ദ വർക്ക് ദാറ്റ് ഐ ഡു. അത് ചിലപ്പം കാരണം ഉണ്ടാവുക കുറേ കാലം ദർ വാസ് എ ടൈം വെൻ ഐ ഡിഡ് നോട്ട് ഹാവ് എ ജോബ് ആൻഡ് ഓൾ ദോസ് കൈൻഡ് ഓഫ് സ്റ്റഫ് ഇയേഴ്സ് ബിഫോർ. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്കുണ്ടായിരുന്ന ചില രാവിലെ എണ്ണീച്ച് ഓഫീസിലേക്ക് പോണ സമയത്ത് ഉണ്ടാകുന്നൊരു സുഖം ഉണ്ടല്ലോ, അത് ജോലി ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് എന്തായാലും കിട്ടാറില്ല. അപ്പം പ്രായമായിരിക്കാൻ മതി, ഒക്കെ കാരണമായിരിക്കാൻ മതി നമ്മൾ ജോലിനെ സാറ്റിസ്ഫൈ ആവുന്നതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സിന് ഡിസാറ്റിസ്ഫൈഡ് ആവണം എന്നുള്ളതല്ല ഞാൻ പറയണത്. പക്ഷേ എൻ്റെ കേസിൽ ഞാൻ പണ്ട് ഡിസാറ്റിസ്ഫൈഡ് ആവുന്ന കുറേ കാര്യങ്ങൾ ഇന്ന് ജോലിയിൽ ഞാൻ ഡിസാറ്റിസ്ഫൈഡ് ഞാനത് വലിയ കാര്യമാക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാവുക എന്നുള്ളത് ജോലിയുടെ സാറ്റിസ്ഫാക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം വേറെ പല കാരണങ്ങൾ കൊണ്ട് വർക്ക് ലൈഫ് ബാലൻസ് കുറച്ചും കൂടി ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു ഒരു ഒരു സ്റ്റേജിൽ കൂടിയാണ് ഞാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് ചിലപ്പം മേ ബി തിങ്സ് ആർ ചേഞ്ചിങ് ഫോർ മീ. ദാറ്റ്സ് വാട്ട് ഐ എം എക്സ്പെക്ടിങ്. കൾട്ടിവേറ്റ് പോസിറ്റീവ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ വളരെ നിർബന്ധമാണ്. ആരുടെ ഐ തിങ്ക് മാൽക്കം ഗാഡ്വെൽ ആയിട്ടുള്ളതാണോ അതോ ഏതൊരു പുസ്തകത്തിൽ ഞാൻ റീസെൻ്റ്ലി വായിക്കേണ്ടായി. ഒരാൾ ഐ തിങ്ക് ഇറ്റ് ഈസ് എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല. എന്തായാലും ഞാനത് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാനതിൽ പറയാം. ഇറ്റ്സ് എ ബുക്ക് ഇൻ വിച്ച് ഹീ ഈസ് ടോക്കിംഗ് അബൌട്ട് ജോലിയുള്ള കുറച്ച് ആൾക്കാരോട് അവർ ജോലിയെപ്പറ്റി ചോദിച്ചപ്പം അതിൽ ചില ആൾക്കാർ പറഞ്ഞു 25-30 വർഷവും ഒരു കമ്പനിയിൽ ജോലി എടുത്തിട്ട് അവർക്ക് ജോലി സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത്. അപ്പോൾ ജീവിതത്തിൻ്റെ 20-30 വർഷമൊക്കെ ചിലവാക്കിയൊരു സ്ഥലത്ത് അപ്പോൾ അവർ പറഞ്ഞാൽ അവർക്ക് സുഹൃത്തുക്കളില്ല എന്നുള്ളതാണ്. അപ്പോൾ സുഹൃത്തുക്കൾ ജോലി സ്ഥലത്ത് സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്. ഇപ്പം എൻ്റെ വളരെ അടുത്തിട്ടുള്ള ചില സുഹൃത്തുക്കളൊക്കെ ജോലി വഴി എനിക്ക് പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അല്ലാത്തവരുണ്ട് ഇല്ല എന്നുള്ളതല്ല. ജോലിയുടെ ഭാഗമായിട്ട് നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന ആയിരിക്കില്ല, ചിലപ്പോൾ പുറത്തുള്ളതായിരിക്കും മതി. പക്ഷേ ജോലിയുടെ ഭാഗമായിട്ട് പരിചയപ്പെട്ട ചില ആൾക്കാരുമായിട്ട് എനിക്ക് കൂടുതലൊരു ബന്ധമുള്ള മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ക്ലോസ് ഫ്രണ്ട് എന്നുള്ളതിനെക്കാട്ടും നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക, സംസാരിക്കുക എന്നൊക്കെയുള്ളത്. എൻ്റെ എല്ലാ കമ്പനികളിലും അങ്ങനെ ചില ആൾക്കാരുണ്ട്. നമ്മളുടെ ആവശ്യത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങളിൽ അവരിങ്ങോട്ട് വിളിക്കും, ഞാൻ അങ്ങോട്ട് വിളിക്കും, അങ്ങനെയുള്ള ചില സംഭവങ്ങൾ. ആൻഡ് ഐ ഫൗണ്ട് ദാറ്റ് വെരി ആ റിലേഷൻഷിപ്പ് ഭയങ്കര ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ബന്ധങ്ങളില്ലാത്ത ഒരു ജോലി സ്ഥലത്ത് സാറ്റിസ്ഫാക്ഷനോടുകൂടി ജോലി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളൊക്കെ സോഷ്യൽ ബീയിങ്സാണ്, ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നമുക്ക് വേണം. എനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു സംഭവമാണ് ഈ കോവിഡ് സമയത്ത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഞങ്ങളെ ഓഫീസിൽ 3 ദിവസം ഓഫീസിൽ വരണം എന്നാണ് പറയുക, ഞാൻ 4 ദിവസം പോകും. കാരണം എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ പോവുക, ഓഫീസിൽ പോവുക, ഓഫീസിൽ നിന്ന് അവിടെ കാപ്പി എടുക്കുക, അവിടെ പോവുക, ആൾക്കാരോട് സംസാരിക്കുക, ജോലി ചെയ്യുക, മീറ്റിങ്ങിൽ എല്ലാവരും ഉള്ളപ്പോൾ ഇതാക്കുക, അതെന്നെ ഇറ്റ് മേക്സ് മീ അലൈവ് ആസ് എ ഹ്യൂമൻ ബീയിങ്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ജോലിയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം ഉണ്ടാകുന്നതും മീനിങ് ആൻഡ് പേർപ്പസിന് ആൾക്കാരുമായി ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ള വലിയൊരു ഫാക്ടറാണ്. അപ്പം അങ്ങനത്തെ പോസിറ്റീവ് റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. അതിന് നമ്മൾ ജെന്യുവിൻലി ഇൻട്രസ്റ്റഡ് ആവാം ആൾക്കാരുടെ മുകളിൽ. നമ്മളെ അനോയ് ചെയ്യുന്ന, നമുക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ജോലി സ്ഥലത്തുണ്ടാവും. എല്ലാം പെർഫെക്റ്റായ ഒരു ജോലി സ്ഥലം ഉണ്ടാവില്ല. പക്ഷെ അത് മാത്രമാണ് നമ്മളെ മനസ്സിലുള്ള സംഭവം എന്നുണ്ടെങ്കിൽ അതൊരിക്കലും മാറിപ്പോവില്ല. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുമായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, എന്തുകൊണ്ട് എന്നുള്ളത് ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ ആൾക്കാരായിട്ട്. കാരണം എന്താ പറയുക, ഞാൻ ചർച്ച ചെയ്യാതിരുന്നതുകൊണ്ട് കാര്യമല്ല. ഞാൻ ആക്ച്വലി ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മീറ്റിംഗ് വേണമെന്നാണ് മീറ്റിംഗ് ചോദിച്ചു, സുഹൃത്തെ നിങ്ങളുമായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ട്, എൻ്റെ കുഴപ്പമാണ് നിങ്ങൾ കുഴപ്പമാണ്. എന്തുകൊണ്ടാണ്? എനിക്ക് ജനറലി അങ്ങനെ ആൾക്കാരുമായി വർക്ക് ചെയ്യാൻ ഒരു പ്രശ്നമുള്ള വ്യക്തിയല്ല ഞാൻ, പക്ഷേ നിങ്ങളുമായിട്ട് പറ്റുന്നില്ല എന്നുള്ളത്. അയാളായിട്ട് പിന്നെയും പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, ഞാൻ അയാളെ എൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു കരുവാക്കി മാറ്റി. അതായത് ഇയാളുമായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അയാളെ നോക്കാം.
കാരണം വളരെ ഡിഫിക്കൽട്ട് വർക്കായിട്ടുള്ള ഒരാളുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗുണമുള്ള സംഭവമല്ലേ. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ബട്ട് പോസിറ്റീവ് റിലേഷൻഷിപ്സ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് സാറ്റിസ്ഫാക്ഷൻ. പിന്നുള്ളത് ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ കൺട്രോൾ. നമ്മളെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചുറ്റും പല കാര്യങ്ങളുണ്ടാവും. അതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുണ്ട്. ഇത് വർക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ജീവിതത്തിൻ്റെ കാര്യത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ അതിനെപ്പറ്റി മാത്രമേ നമ്മൾ വെറി ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം, നമുക്ക് സോൾവ് ചെയ്യാം. മറ്റു പല കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിസ്സാറ്റിസ്ഫാക്ഷൻ്റെ വലിയൊരു കാരണമാണത്രേ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് ബോധേഡാവുക എന്നുള്ളത്. അപ്പം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എൻ്റെ കഴിവില്ലായ്മ മാറ്റാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. പലതരം ആൾക്കാരുള്ളത് അവരെയൊക്കെ മാറ്റാൻ ശ്രമിക്കുകയല്ലാണ്ട് അവിടെ ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം ഞാൻ വളരെ ട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എൻവയൺമെൻറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ സാധനം ബിൽഡ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് അങ്ങനത്തെ ഒരു എൻവയൺമെൻറ്റിൽ ജോലി ചെയ്യേണ്ടി വരികയാണ്. ഞാനൊരാളെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ മറ്റാൾക്ക് എന്നെ ട്രസ്റ്റ് ചെയ്യേണ്ടി വരികയാണ്. ഒരു രക്ഷയില്ല, മാറാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുക, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വെറുതെ ആലോചിച്ചിട്ട് ഇതാവാണ്ടിരിക്കുക എന്നുള്ളത്. ഡിസ്സാറ്റിസ്ഫാക്ഷൻ ജോബിൽ വരാൻ വളരെ എളുപ്പമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മതി. എനിക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ ചില ദിവസങ്ങളിൽ ഇപ്പം ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ വർക്ക് എന്ന് പറയുമ്പോഴും എല്ലാ ദിവസവും ഇളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മാതിരി ഭയങ്കര സ്ട്രെസ്ഫുള്ളായി വന്നപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്, സ്ട്രെസ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡിസ്സാറ്റിസ്ഫൈഡ് ആവും എന്നുള്ളൊരു പേടിയാണ് എനിക്ക് എൻ്റെ മാനേജറോട് സംസാരിക്കേണ്ടെന്ന് തോന്നിയത്. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഐ ഫെൽറ്റ് സോ കംഫർട്ടബിൾ, സോ ഹാപ്പി, so contented, so satisfied that something good is happening. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. മീനിങ് ആൻഡ് പർപ്പസ് കണ്ടെത്തുക നമ്മൾ ചെയ്യുന്നതിൽ. അതിന് ജീവിതവുമായി നമ്മളുടെ ജോലിയെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുന്നതല്ലായിരിക്കും. നമ്മളുടെ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് നമ്മൾ എല്ലാ ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ നമ്മളൊരു ടൈം ബോക്സ് ഇട്ട് നോക്കിയിട്ട് നമ്മളെ എന്ത് ഗ്രോത്താണ് നമ്മളുള്ളത്, അല്ലെങ്കിൽ ഈ വർഷം ഈ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്താണ് പുതുതായി പഠിക്കാൻ പോകുന്നത്, നമ്മൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ, ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ സംഭവം, പിന്നെ അവസാനം പറഞ്ഞ സംഭവം റിഗാർഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക എന്നുള്ള സംഭവം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ. വേറെയും കാര്യങ്ങളുണ്ടാവും മതി. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ജോലിയിൽ നമ്മളെ അസംതൃപ്തരാവാൻ നമ്മൾ വളരെ ക്രിയേറ്റീവാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ വഴി കണ്ടെത്തും അസംതൃപ്തരാവാൻ വേണ്ടിയിട്ട്. പക്ഷെ അത്ര തന്നെ എഫേർട്ട് നമ്മൾ സംതൃപ്തി നേടാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്താറില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. സോ ഐ വിഷ് യു ഓൾ സാറ്റിസ്ഫാക്ഷൻ ഇൻ യുവർ ജോബ്. ശരിയാണ്, ജോലി ചില സമയത്ത് നമുക്കതിൻ്റെ ചേർന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഗുമ്മ് അതിന് കിട്ടാത്തത് കൊണ്ട് നമ്മളുടെ ജോലിയെ റീഡിസ്കവർ ചെയ്യേണ്ട ഒരു ആവശ്യം വരും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ ഇത്രയും നേരം കണ്ടിട്ടുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൾക്കാരെ അറിയിക്കുക. ഇതാർക്കെങ്കിലും ഗുണമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഡു ഷെയർ ദിസ് ഓൺ സോഷ്യൽ മീഡിയ ഓർ വാട്സാപ്പ്. സെൻഡ് ഇറ്റ് അക്രോസ് ടു പീപ്പിൾ. ഐ റിയലി 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 അപ്രീഷിയേറ്റ് ദാറ്റ്. കാരണം ഞാനായിട്ട് ഓരോ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇത് കേൾക്കുന്നത് പറയുന്നില്ല. നമുക്ക് ഇവിടെ തന്നെ ഉള്ളൂ. പിന്നെ ഫേസ്ബുക്കിൽ ഇടാറുണ്ട് ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് പറ്റുകയാണെങ്കിൽ ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഐ താങ്ക് യു ഓൾ. ഇത്ര നേരം കേട്ടിരുന്ന ആൾക്കാരോട് ഒരു സ്പെഷ്യൽ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തവരോട് സ്പെഷ്യൽ താങ്ക് യു. ആൻഡ് ഐ വിൽ സീ യു ഓൾ നെക്സ്റ്റ് ടൈം. അപ്പം അങ്ങനെയാക്കാം.